എപ്പോഴ് ആരുടെ തൗബ എവിടെ വെച്ച് സ്വീകരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിവാക്കി തന്നിട്ടില്ല. ഭക്തിയുള്ളവരുടെ ഹൃദയത്തിൽ നിന്നും ഉണ്ടാകുന്നതായ തൗബ അല്ലാഹ് സ്വീകരിക്കും. അത് എപ്പോഴാണെന്ന് അല്ലാഹു തആല നമുക്ക് വെളിവാക്കി തന്നില്ല. എന്തിനു വേണ്ടി? എല്ലാ സമയത്തും നാം തൗബ ചെയ്യുന്നതിന് വേണ്ടി. നമ്മുടെ ഇമാം ഉസ്താദ് അവർകൾ പറഞ്ഞതുപോലെ തമൂതൂന കമാ തഈശൂൻ വതുബഅസൂന കമാ തമൂതൂൻ. തമൂതൂന കമാ തഈശൂൻ, നിങ്ങൾ എങ്ങനെ ജീവിക്കും അതുപോലെയാണ് നിങ്ങളുടെ മരണം. ചരിത്രത്തിൽ കാണാം, ഒരു മനുഷ്യൻ ഒരു കെട്ടൊരു പൈസ പണ്ടൊരു കഞ്ചാവ് കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു. അവൻ എന്താക്കുന്നു? അവൻ വിളിച്ചു പറയാൻ അവൻ ഉപയോഗിക്കുന്ന കോഡായിരുന്നു ഒരു കെട്ടൊരു പൈസ. അവസാനം മരണം ആസന്നമായി കിടന്നപ്പോൾ ആ മനുഷ്യന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് ഏറ്റു പറഞ്ഞില്ല. അവസാനം ഒരു കെട്ടൊരു പൈസ എന്ന് പറഞ്ഞിട്ടാണ് ആ മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞതായി ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവര് അവരുടെ തഫ്സീറിന്റെ കിതാബിൽ വിവരിക്കുന്നു. അപ്പൊ നാം എപ്പോഴും തൗബ ചെയ്യണം. എന്തിനു വേണ്ടി? തൗബ ചെയ്ത് ജീവിച്ചാൽ തൗബ ചെയ്ത് മരിക്കാൻ കഴിയും. അല്ലാഹ് 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 എന്ന് വിളിച്ച് ജീവിച്ചാൽ അവസാനം അല്ലാഹ് എന്ന് വിളിച്ചു മരിക്കാൻ കഴിയുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് ജീവിച്ചാൽ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് നമുക്ക് മരിക്കാൻ കഴിയുന്നതാണ്. തീർന്നിട്ടില്ല. ഖബറിൽ നിന്ന് പുനർജന്മം നൽകപ്പെടുന്ന അവസരത്തിൽ ഒരു മുദ്രാവാക്യമുണ്ട്. എന്ത് പറഞ്ഞു മരിച്ചു അതുപോലെയാണ് ഖബറിൽ നിന്ന് നമുക്ക് എണീക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നാം തൗബ ചെയ്യണം. തൗബ എല്ലാ സമയത്തും ചെയ്യണം. ലൈലത്തുൽ ഖദറിലാണ് നാം ഒരുമിച്ച് കൂടി സമൂഹമായിട്ട് നാം തൗബ ചെയ്യുമ്പോൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അസ്തഗ്ഫിറുല്ലാഹൽ. തൗബ എന്നത് നാവും ഹൃദയവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, തൗബ എന്നത് അന്നദമോ, ഹൃദയം കൊണ്ട് ചെയ്തു പോയ പാപങ്ങളെ തൊട്ട് ഖേദിക്കുക. വൽ അസമോ, ഇനി ആ പാപത്തിലേക്ക് ഞാൻ പോവുകയില്ല എന്ന് പ്രതിജ്ഞ എടുക്കുക. വൽ ഇഖ്റാഉ, ചെയ്തു പോയ പാപത്തിനെ തൊട്ട് മാറി നിൽക്കുക. ചെയ്തു പോയ പാപത്തിനെ തൊട്ട് മാറി നിന്നുകൊണ്ട് ഇനി ഞാൻ ആ തെറ്റ് ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ ചെയ്തു പോയതിൽ ഖേദിച്ചുകൊണ്ടുള്ള അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഇതാണ് തൗബയുടെ നിർവചനം. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, തൗബ എന്നത് നാവ് കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം പറയുന്നു. നാവ് കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം പറയുമ്പോൾ മനസ്സിലുണ്ടാകുന്ന മൂന്ന് പ്രവൃത്തി. ഒന്ന് അന്നദമോ, പടച്ചവനെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയതിനെ തൊട്ട് ഞാൻ ഖേദിക്കുന്നു. ആ സംഭവിച്ചു പോയ തെറ്റിനെ തൊട്ട് ഞാൻ മാറി നിൽക്കുന്നു. ഇനി ഒരിക്കലും ആ തെറ്റ് ചെയ്യുകയില്ല എന്ന പ്രതിജ്ഞയോടുകൂടി എല്ലാ ദിവസവും പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, വഹും അവരാകുന്നത് യസ്തഗ്ഫിറൂന ബിൽ അസ്ഹാർ, സുബ്ഹിന് മുമ്പ് അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. സുബ്ഹിന് മുമ്പ് അവസരം കിട്ടുന്നവർ ഏറ്റവും ചുരുങ്ങിയത് ഒരു 11 പ്രാവശ്യമെങ്കിലും അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് തൗബ ചെയ്യുക. അതിനുശേഷം അല്ലാഹ് 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 എന്ന് വിളിക്കുക. അവനെ വിളിക്കലോടുകൂടി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി അറിയുന്നതിന് വേണ്ടി, പഠിക്കുന്നതിന് വേണ്ടി നാം സമയം കണ്ടെത്തുക. ഓരോ ദിവസവും 2 മിനിറ്റും കൂടി നാം ഓരോ ദിവസവും ഫാത്തിഹ സൂറത്ത് ഓതുന്നു. ഫാത്തിഹ സൂറത്ത് ഓരോ ദിവസവും 17 പ്രാവശ്യം ആവർത്തിച്ച് ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ 5 നാമം നാം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുമ്പോൾ അന്ത ഇലാഹുന, നീയാണ് ഞങ്ങളുടെ ഇലാഹ്, നീയാണ് ഞങ്ങളുടെ ആരാധ്യൻ എന്ന് ബിസ്മില്ലാ എന്ന ആയത്തിൽ കൂടി അല്ലാഹു ഉച്ചരിക്കുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്ത് ഉച്ചരിക്കുമ്പോൾ അന്ത റബ്ബുന, നീയാണ് ഞങ്ങളുടെ പരിപാലകൻ, നീയാണ് ഞങ്ങളുടെ സംരക്ഷകൻ, നീ എങ്ങാനും ഞങ്ങളെ കൈയൊഴിഞ്ഞാൽ ഞങ്ങളെ പിടിക്കുവാൻ രക്ഷിക്കുവാൻ ആരുമില്ല. അന്ത റബ്ബുന,
നീ ഞങ്ങളുടെ രക്ഷിതാവാണ്. അർ-റഹ്മാൻ അർ-റഹീം, ഞങ്ങൾ മനുഷ്യരാണ്. മനുഷ്യ സഹജമായിട്ട് ഞങ്ങളിൽ നിന്നും തെറ്റുകൾ സംഭവിക്കും. ആ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അന്ത റഹ്മാനുനാ, നീ ഞങ്ങളുടെ റഹ്മാനാണ്. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ മറപ്പിച്ചു വെക്കുന്നു, ഒളിപ്പിച്ചു വെക്കുന്നു. അതിന്റെ പേരിൽ നീ ഞങ്ങളെ ശിക്ഷിക്കുന്നില്ല. നാലാമതായിട്ട് അർ-റഹീം, ഞങ്ങൾ എന്ന് ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ ഞങ്ങളുടെ തൗബ റബ്ബേ നീ സ്വീകരിക്കുന്നു. തീർന്നിട്ടില്ല. മാലിക് യൗമിദ്ദീൻ, ഞങ്ങളിൽ ചെയ്തതായ സൽക്കർമ്മങ്ങൾ അതിനെല്ലാറ്റിനും അവസാന ദിവസം പ്രതിഫലം നൽകുന്ന ദിവസം ഞങ്ങളുടെ ഉടമസ്ഥനാണെന്ന് ഓരോ ദിവസവും അല്ലാഹ് എന്ന നാമം, റബ്ബ് എന്ന നാമം, റഹ്മാൻ എന്ന നാമം, റഹീം എന്ന നാമം, മാലിക് എന്ന നാമം, പടച്ചവന്റെ 99 നാമങ്ങളിൽ നിന്നും ഓരോ ദിവസവും ഫാത്തിഹ സൂറത്തിൽ കൂടി നാം എത്ര പ്രാവശ്യം ഫാത്തിഹ ഓതുന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയുക, അവനെ സംബന്ധിച്ച് അവന്റെ നാമങ്ങൾ ഉച്ചരിക്കുക, പശ്ചാത്തപിച്ച് മടങ്ങുക. നമ്മുടെ ഇമാം ഉസ്താദ് അവറുകൾ പറഞ്ഞതുപോലെ തമൂതൂന കമാ തഈശൂൻ, നമ്മൾ ജീവിക്കുന്നത് പോലെ നമുക്ക് മരിക്കണം. നമ്മെ ഖബറിൽ നിന്നും പുനർജന്മം നൽകപ്പെടുന്ന അവസരത്തിൽ മരിച്ചതുപോലെ തൗബ ചെയ്തുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് ജീവിക്കുവാനും അവന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് മരിക്കുവാനും അവന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഖബറിൽ നിന്നും പുനർജന്മം നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ഇഷ്ടജനങ്ങളെയും നമ്മെ തുടർന്ന് നിസ്കരിക്കുന്നവരെയും നമ്മുടെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടുന്നവരെയും നമ്മെ സഹായിക്കുന്ന സ്നേഹിക്കുന്ന എല്ലാവരെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ തലമുറകളെയും എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.